യു കെ യങ് പ്രൊഫഷണൽ സ്കീം വിസയുടെ ബാലറ്റ് ഇന്നലെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും നാളെയും കൂടി അവൈലബിൾ ആണ്. 20 ഫെബ്രുവരി 2:30 PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വരെയാണ് ഈ ബാലറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയൽ എങ്ങനെ ആപ്ലിക്കേഷൻസ് കൊടുക്കാം, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായി. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു ക്വിക്ക് വീഡിയോ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ആ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും എന്തായാലും. ഓക്കെ, സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ പ്രോപ്പർ ഡയറക്റ്റ് ബാരലിലേക്ക് എൻ്റർ ചെയ്യുന്ന ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് പേര് റീഡയറക്റ്റ് ചെയ്ത് ആപ്ലിക്കേഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്, പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട്. വെറുതെ ആ അബദ്ധമൊന്നും കാണിച്ച് കളയരുത്. ഇപ്പോൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഡയറക്റ്റ് എൻ്റർ ദ ബാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്ക് ആയിരിക്കും റീഡയറക്റ്റ് ചെയ്ത് വരിക. അപ്പോൾ ഇതിലൂടെ ക്യൂയിങ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ 1 മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ 30 മിനിറ്റ് വരെയും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ്. സോ സെയിം പേജിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്യൂയിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയിരിക്കും വരിക. ഇറ്റ്സ് യുവർ ടേൺ എന്ന് കാണിക്കും. ദെൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു 25 മിനിറ്റ്സ് ഉണ്ടായിരിക്കും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ആ സെയിം ഡിവൈസിൽ തന്നെ നിങ്ങൾ ക്യൂ ചെയ്യുക. അത് മാറ്റി നിങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നേന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് സെയിം ക്യൂവിൽ തന്നെ സെയിം ഡിവൈസിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും. ഓക്കെ, സോ റീഡയറക്റ്റ് ചെയ്ത് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ്ലി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു സംഭവം ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുക. നിങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ. അപ്പോൾ ഇവിടെ നിങ്ങൾ മീ തന്നെ കൊടുത്ത് നിങ്ങൾ പോവുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സമൺ എൽസ് എന്നുള്ള കാര്യം കൊടുക്കുക എന്തായാലും. പക്ഷേ അതിൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ മീ സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ നെയിം ആണ് ചോദിക്കുക. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിലെ നെയിം ഡീറ്റെയിൽസ് എന്താണ്, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആണ് ഗിവൺ നെയിമിൽ നിങ്ങൾ കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ സർനെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നെയിം എന്നുള്ള കാര്യം സർനെയിമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അത് മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കുക. ഒരുപാട് പേര് ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാസ്പോർട്ടിലുള്ള പേര് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കുന്നതാണ്. നിങ്ങൾ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രിയുടെ പേര് വരും. ഇന്ത്യ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ത്യൻസിന് മാത്രമാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രോപ്പറായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അതിനകത്ത് തന്നെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊന്നും തെറ്റ് വരുത്തരുത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. കൺട്രി ഓഫ് ഇഷ്യൂ കൊടുക്കുക. പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ എക്സ്പയറി ഡേറ്റ് എക്സാക്ട്ലി കൊടുക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുള്ള അതേ ഇൻഫർമേഷൻസ് തന്നെ കൊടുക്കുക. തെറ്റ് വരുത്താതെ നോക്കുക മാക്സിമം. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെയിം പാസ്പോർട്ടിനകത്ത് എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അവിടെയും എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേ, മന്ത് ആൻഡ് ഇയർ എന്നുള്ള ഫോമാറ്റിലാണ്. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തത് നിങ്ങൾക്ക് ആക്സസ് ഉള്ള നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ബിക്കോസ് ഈ ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തായിരിക്കും നിങ്ങൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ സെക്യൂരിറ്റി കോഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സൈൻ ഇൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയക്കുകയും ചെയ്യും. ആ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ആക്സസ് ഉള്ള നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കാൻ പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ ഈ ഇമെയിൽ ഐ ഡി ത്രൂ ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ അതിലും മിസ്റ്റേക്ക് വരുത്താതെ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമെയിലോട്ട് മേ ബി വിത്തിൻ ഒരു ഫ്യൂ സെക്കൻഡ്സിലോ അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടായിരിക്കും. നോർമലി വിത്തിൻ 10 മിനിറ്റ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അത് എക്സ്പയർ ആവും. അത് നിങ്ങളിവിടെ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആക്സസ് വേറെ ആർക്കെങ്കിലും കൂടെ കൊടുക്കണോ എന്നായിരിക്കും. നോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ UK വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്പോർട്ട് നമ്പർ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ ഇമെയിൽ ഐ ഡി കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ആക്സസ് ടു യുവർ ഇമെയിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം സൈൻ ഇൻ ചെയ്ത് നിങ്ങൾ കയറാനായിട്ട് നോക്കുമ്പോൾ. ഓക്കെ, സോ വൺസ് നിങ്ങൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഏതാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിക്കും. നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. സോ പാസ്പോർട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ഇനി സിമിലർ ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോദിക്കും പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ. അതിലൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. സെയിം ഈ സ്റ്റെപ്സ് ആ പ്രോപ്പറായിട്ട് പറയുന്ന രീതിയിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുക. പാസ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറാണ്. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നേരത്തെ കൊടുത്ത സെയിം പാസ്പോർട്ടിൻ്റെ നമ്പർ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് വീണ്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ചോദിക്കുക. ഡേ, മന്ത്, ഇയർ എന്നുള്ള ഫോമാറ്റിൽ കൊടുക്കുക. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു സെക്യൂരിറ്റി കോഡ് നമ്മൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡിയിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഇവിടെ.
ഇവിടെ കേട്ടോ. സോ നിങ്ങളുടെ ഇമെയിലിൽ വന്നിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി കോഡ് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്തായാലും. ഓക്കെ, ആ ഇമെയിൽ ID ആക്സസ് ഉണ്ടായിരിക്കണം, അതിലായിരിക്കും ആ സെക്യൂരിറ്റി കോഡ് വരുന്നത്. അത് കൊടുത്താലേ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും. ഓക്കെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീസെൻറ്റ് സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. ഓക്കെ, സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു യുവർ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്നുള്ള കാര്യം. അവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്തായാലും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. ഇവിടെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, കോൺടാക്ട് ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ്റെ ഡിക്ലറേഷൻ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കി ഇടാനും സാധിക്കുന്നില്ല. ജസ്റ്റ് എല്ലാം കൺഫേം അടിച്ച് പോകുന്ന ഒരു ഏരിയ മാത്രമാണ് കേട്ടോ ഇത്. ഓക്കെ, സോ ഓരോന്നും ഇതിനകത്ത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ജസ്റ്റ് അത് കോൺടാക്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾ കൺഫേം ആക്കുക. ഡിക്ലറേഷൻ അവിടെ നിങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങൾ യെസ് കൊടുത്ത് കൺഫേം ആക്കുക. എവിഡൻസിൻ്റെ അവിടെയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്, പാസ്പോർട്ട് നമ്മൾ എവിഡൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഏരിയ നിങ്ങളുടെ എവിഡൻസ് കൊടുക്കുന്നതിനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലോഡിങ് എവിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് കൊടുക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ തന്നെ നിങ്ങളിത് സ്റ്റോർ ചെയ്തിടുക എന്തായാലും. ഓക്കെ, ഒരു 6 MB താഴെ ആയിരിക്കണം അതിൻ്റെ സ്റ്റോറേജ് വരേണ്ടത്, അല്ലെങ്കിൽ ഫയൽ സൈസ് വരേണ്ടത്. എവിഡൻസ് JPG ഫോമാറ്റിലോ JPGയിലോ PNGയിലോ PDFയിലോ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നിങ്ങളുടെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജ് ആ ഡീറ്റെയിൽസ് ഉള്ള 2 പേജസ് ഒരുമിച്ച് ഒരു സിംഗിൾ PDF ആയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓൾവേസ് ബെറ്റർ ആയിട്ടോ എന്തായാലും. അപ്പോൾ അത് തന്നെ കൊടുക്കുക. ഫയൽ നെയിം ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ പോലെ പാസ്പോർട്ട് April 2022 എന്നോ 2025 എന്നോ എന്ത് വേണമെങ്കിലും സിമ്പിൾ ഫയൽ നെയിം കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പേജിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എവിഡൻസ് ചോദിച്ചിട്ട് ഡിക്ലറേഷൻ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് എവിഡൻസ് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് ഒന്നുമില്ല, എവിഡൻസ് അപ്ലോഡ് എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. ദെൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങൾ കൺഫേം ആക്കുകയാണെന്നുള്ള സംഭവം മാത്രമാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരു കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കാനുള്ള പേജാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. അതിനകത്ത് നിങ്ങൾ PCC കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ട് ബാലൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കൺഫേം ആൻഡ് അക്സെപ്റ്റ് കൊടുക്കുക. സോ അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കും നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റഡ് ആണെന്നുള്ള കാര്യം. നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും വിത്തിൻ 2 weeks ബാലറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യും നിങ്ങൾ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിലുള്ള കാര്യം. സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ യൂത്ത് മൊബിലിറ്റി സ്കീം വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുള്ളൂ, പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഡു നോട്ട് അപ്ലൈ ഫോർ എ വിസ ഇഫ് യു ഹാവ് നോട്ട് ബീൻ സക്സസ്ഫുൾ എന്നുള്ള കാര്യം. യു വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ് ദ വിസ ആൻഡ് യുവർ ഫീ വിൽ നോട്ട് ബി റീഫണ്ടഡ് എന്ന് എക്സാക്ട്ലി എഴുതിയിട്ടുണ്ട്. ദെൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഇമെയിലും കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്ത് വേറെ ഒന്നുമില്ല. സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. നിങ്ങളുടെ ഫ്രണ്ട്സോ ബാക്കി ആരെങ്കിലോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇന്നും നാളെയും നിങ്ങൾക്ക് പ്രോപ്പർ സമയമുണ്ട്. നാളെ 2:30 PM ഇന്ത്യൻ ടൈം വരെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു കാശും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സാക്ട് ഏത് ലിങ്കാണ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് പോകണമെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലാതെ വിസ ആപ്ലിക്കേഷനിലോട്ട് പോകരുത്. കുറേ പേര് കാശ് കൊടുത്ത ആൾക്കാർ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് അടച്ചു, IHSൻ്റെ സർചാർജ്. അതൊന്നും നിങ്ങളിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആണ് ബാലറ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം ഫർദർ വിസ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നഴ്സസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. യെസ്, നഴ്സസിന് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല നഴ്സസിന് ഈ ബാലറ്റ് എൻ്റർ ആവുന്നതിന്. നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നിങ്ങൾക്ക് UK-ലെത്താം. നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ സീനിയർ കെയർ ആയിട്ടോ ഏത് ജോബിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സ്പോൺസറിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്കിയും കാര്യങ്ങൾ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ജോബിലേക്ക് നിങ്ങൾക്ക് മാറാൻ 2 years മാത്രമാണ് ഈ ഒരു വിസ വരുന്നത്. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഒരുപാട് പേരുടെ ഡൗട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, ഡിപ്പെൻഡൻസിനെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ തന്നെ 2025 ജൂലൈയിൽ നെക്സ്റ്റ് ഒരു ബാലറ്റും കൂടെ വരുന്നുണ്ട്. ഇതിൽ മാക്സിമം നമ്പേഴ്സ് വിസ റിലീസ് ചെയ്യുന്ന ഈ ഒരു ടൈമിലായിരിക്കും. പക്ഷേ നെക്സ്റ്റ് ബാലറ്റും കൂടെ വരുന്നുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് പ്ലേസസ് എല്ലാം തന്നെ ജൂലൈയിൽ വരുന്ന ബാലറ്റിലായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരിക. അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ എല്ലാത്തിൻ്റെ റെലവൻറ്റ് ലിങ്ക്സും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലായിരിക്കും ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യാം. അതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.